പശ്ചിമേഷ്യൻ മേഖലയിൽ വൻ ശക്തികളുടെ അധിനിവേശ രാഷ്ട്രീയവും ഉപരോധങ്ങളും 4ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ വീണ്ടും ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പുതിയ രഹസ്യ റിപ്പോർട്ട്. കഴിഞ്ഞ ജൂണിൽ യുദ്ധത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട ഇറാന്റെ ആണവ സൗകര്യങ്ങളും അവിടുത്തെ യുറേനിയം ശേഖരവും നേരിട്ട് പരിശോധിക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് UN ആണവ നിരീക്ഷണ സംഘം അംഗരാജ്യങ്ങൾക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതിനെ ഒരു സുരക്ഷാ വീഴ്ചയായി ചിത്രീകരിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളുടെ പ്രചാരണങ്ങൾക്കപ്പുറത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ പ്രതിരോധിക്കാനുള്ള ഇറാന്റെ സ്വാഭാവികമായ അവകാശമായാണ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും ചേർന്ന് ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയും ആക്രമണങ്ങളിലൂടെയും ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന കൃത്യമായ സന്ദേശമാണ് ഇറാൻ നൽകുന്നത്. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസിന്റെ അത്യാധുനിക പ്ലിയോഡ്സ് നിയോ ഉപഗ്രഹങ്ങൾ പുറത്തുവിട്ട ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി പാശ്ചാത്യ ശക്തികൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇറാനെതിരെ ഉന്നയിക്കുന്നത്. ഇസ്ഫഹാനിലെ ന്യൂക്ലിയർ ടെക്നോളജി സെന്റർ കോമ്പൗണ്ടിലെ ഒരു സുരക്ഷിത തുരങ്കത്തിലേക്ക് ട്രക്കുകൾ വഴി ഉയർന്ന തോതിൽ സമ്പുഷ്ടമാക്കിയ യുറേനിയം മാറ്റുന്നു എന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് ഇവർ വാദിക്കുന്നത്. എന്നാൽ നിരന്തരമായി വ്യോമാക്രമണ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ സുപ്രധാനമായ ആണവ സാങ്കേതിക വിദ്യകളും വസ്തുക്കളും ഭൂഗർഭ തുരങ്കങ്ങളിലേക്ക് മാറ്റി സുരക്ഷിതമാക്കുക എന്നത് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിന്റെയും അനിവാര്യമായ സുരക്ഷാ മുൻകരുതലാണ്. ഫെബ്രുവരിയിലെ അവസാന റിപ്പോർട്ടിന് ശേഷം IAEA പരിശോധകർക്ക് സന്ദർശിക്കാൻ കഴിഞ്ഞ ഏക ആണവ കേന്ദ്രം ജൂൺ 1 മുതൽ 3 വരെയുള്ള ദിവസങ്ങളിൽ ബുഷെഹർ ആണവ നിലയം മാത്രമാണ്. റഷ്യയിൽ നിന്നുള്ള സഹായത്തോടെ വെറും 4.5% വരെ മാത്രം സമ്പുഷ്ടമാക്കിയ യുറേനിയം ഉപയോഗിച്ച് രാജ്യത്തിന് ആവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമാണ് ബുഷെഹർ റിയാക്ടർ നിലവിൽ പ്രവർത്തിക്കുന്നത്. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഈ കുറഞ്ഞ അളവിലുള്ള സമ്പുഷ്ടീകരണം തന്നെ തെളിയിക്കുന്നു. ഇറാനിൽ നിലവിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കൃത്യമായ അളവോ അതിന്റെ ഘടനയോ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചോ കൃത്യമായ വിവരങ്ങൾ നൽകാൻ തങ്ങൾക്ക് സാധിക്കുന്നില്ലെന്ന് IAEA റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആണവ നിർവ്യാപന ഉടമ്പടിയുടെ ഭാഗമായുള്ള സുരക്ഷാ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്നും ഇറാൻ തങ്ങളുടെ ബാധ്യതകൾ ഉടൻ നടപ്പിലാക്കണമെന്നും ഏജൻസി ആവശ്യപ്പെടുന്നുണ്ട്. IAEAയുടെ കണക്കുകൾ പ്രകാരം 60% പരിശുദ്ധി കൈവരിച്ച 440.9 കിലോഗ്രാം യുറേനിയം ഇറാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ആയുധ ഗ്രേഡ് ലെവലിലേക്ക് മാറ്റാൻ വളരെ ചെറിയ സാങ്കേതിക നടപടികൾ മാത്രം മതിയെന്നും ഈ ശേഖരം ഉപയോഗിച്ച് ഏകദേശം 10 ആണവ ബോംബുകൾ വരെ നിർമ്മിക്കാൻ സാധിക്കുമെന്നും ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി വ്യക്തമാക്കുന്നു. എങ്കിലും ഇറാന്റെ കൈവശം നിലവിൽ അത്തരം ആണവായുധങ്ങളൊന്നുമില്ലെന്ന് ഗ്രോസി തന്നെ എടുത്തു പറയുന്നുണ്ട്. കടുത്ത ആഗോള ഭീഷണികളെയും ഉപരോധങ്ങളെയും നേരിടുന്ന ഒരു രാജ്യത്തിന് തങ്ങളുടെ പ്രതിരോധ ശേഷി ഉയർത്തിപ്പിടിക്കുക എന്നത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എങ്കിലും പ്രശ്നങ്ങൾക്ക് പരസ്പരം സ്വീകാര്യമായ ഒരു ചർച്ചയിലൂടെ പരിഹാരം കാണാൻ തങ്ങൾ തയ്യാറാണെന്ന് IAEA മേധാവി റാഫേൽ ഗ്രോസിയും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷങ്ങൾ നാൾക്കുനാൾ കനക്കുകയാണ്. ദുർബലമായ വെടിനിർത്തൽ കരാറുകളെ പരീക്ഷിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ പരസ്പരമുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. ഇതിനിടയിൽ ലെബനനിൽ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം മേഖലയിലെ സമാധാന ചർച്ചകളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇറാന്റെ തുറമുഖങ്ങൾ ഉപരോധിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിനെതിരെ ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ജലപാതയായ ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ ശക്തമായ സ്വാധീനവും ആധിപത്യവും നിലനിർത്തുന്നുണ്ട്. ആഗോളതലത്തിൽ എണ്ണ, പ്രകൃതിവാതകം, വളം തുടങ്ങിയവയുടെ വിതരണത്തെ നിയന്ത്രിക്കുന്ന ഈ നിർണായക ജലപാതയിലെ ഇറാന്റെ കടുപ്പമേറിയ നിലപാടുകൾ കാരണം രാജ്യാന്തര ഇന്ധനവില ഇപ്പോഴും ഉയർന്ന നിരക്കിലാണ് തുടരുന്നത്. തങ്ങളെ തകർക്കാൻ നോക്കുന്ന പാശ്ചാത്യ ശക്തികൾക്കെതിരെ ഹോർമുസ് കടലിടുക്ക് ഒരു സാമ്പത്തിക ആയുധമായി ഉപയോഗിക്കാൻ ഇറാന് സാധിക്കുന്നുണ്ട്. തങ്ങളുടെ സ്വാഭാവികമായ അവകാശങ്ങളെയും സാങ്കേതിക വികസനങ്ങളെയും അടിച്ചമർത്താൻ നോക്കുന്ന അമേരിക്കൻ അധിനിവേശ ശക്തികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇറാൻ സ്വീകരിക്കുന്നത്. സ്വന്തം രാജ്യത്തിലെ ജനങ്ങളുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും മടിക്കില്ലെന്ന് ഇറാൻ തെളിയിച്ചിരുന്നു. UN ആണവ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ ഇറാനെ പ്രതിക്കൂട്ടിലാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ന്യായമായ ചർച്ചകൾക്കും അന്തസ്സുള്ള കരാറുകൾക്കും തങ്ങൾ ഇപ്പോഴും തയ്യാറാണെന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ മുന്നോട്ടു പോകുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.